إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തിയ ലക്ഷ്യങ്ങളുടെ പിന്നിലുള്ള ഒരു കാരണമാണ് അല്ലാഹുവിനെ അറിയുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശാലമായ അറിവിനെയും അള്ളാഹുവിന്റെ മഹത്തരമായ കഴിവിനെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും തിരിച്ചറിയുക എന്നുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും സൃഷ്ടാവ് അവനാണെന്നും അധികാരി അവനാണെന്നും നിയന്താവ് അവനാണെന്നും അറിയുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിൽ പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. الله سبحانه وتعالى ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമിയെയും സൃഷ്ടിച്ചു. അതിനിടയിൽ നടപ്പിലാകുന്നതെല്ലാം അവന്റെ തീരുമാനങ്ങളാണ്. എന്തിനു വേണ്ടിയാണെന്നോ? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളതാണ് എന്നും അല്ലാഹുവിന്റെ അറിവ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, നമ്മുടെ മേലുള്ള ബാധ്യതയാണ് അല്ലാഹുവിനെ അറിയുക എന്നുള്ളത്. അല്ലാഹുവിന്റെ അറിവ് അതെല്ലാം ചൂഴ്ന്നറിയുന്ന, എല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാഹു തആല ഉദ്ദേശം അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന സമയത്താണ് കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് ആകാശഭൂമികൾക്കകത്ത് അല്ലാഹുവിന് കഴിയാത്തതായി ഒന്നുമില്ല എന്നും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ ഹിക്മത്ത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ യുക്തിയോടുകൂടിയാണ്, ഹിക്മത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ നിലക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന ഒരുവന് അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാകുന്നതാണ്. അല്ലാഹുവിലേക്ക് മുന്നേറാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് സാധിക്കുന്നതാണ്. സത്യവിശ്വാസികളെ, ഈ ഒരു വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് അൽ ഈമാനു ബിമശീഅത്തില്ലാഹ്, അല്ലാഹു തആലയുടെ ഉദ്ദേശത്തിലുള്ള വിശ്വാസം, ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. അതായത് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോഴാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കേണ്ടതുണ്ട്. അല്ലാഹു തആലയാണ് നൽകുന്നവൻ, അവൻ നൽകിയത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹുവാണ് തടയുന്നവൻ, അവൻ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് ഹിദായത്ത് നൽകുന്നവൻ. അവൻ ഹിദായത്തിലാക്കിയവനെ വഴികേടിലാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവൻ വഴികേടിലാക്കിയവന് ഹിദായത്ത് നൽകാനും ഒരാൾക്കും സാധിക്കുകയില്ല. കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകളിലാണ്. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് സംഭവിക്കുന്നു, അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ 400ഓളം സന്ദർഭങ്ങളിൽ അല്ലാഹു തആല അവന്റെ മശീഅത്തിനെ സംബന്ധിച്ച്, അവന്റെ ഉദ്ദേശത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അവന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്, അവന്റെ മശീഅത്തിന് കീഴിലാണ് എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ പറ്റി പറഞ്ഞപ്പോൾ, ഒരാൾക്ക് നേർമാർഗം കിട്ടുന്നതിനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ
നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും നാം ഹിദായത്തിലാക്കുമായിരുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. നബിയെ, താങ്കളുടെ മേലെയല്ല അവരുടെ ഹിദായത്തുള്ളത്. അവർ നേർമാർഗത്തിലാവുക എന്നുള്ളത് താങ്കളുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അതെ, അല്ലാഹുവിന്റെ മശീയത്തിന് കീഴിലാണ് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ അല്ലാഹു നൽകുന്ന ഔദാര്യങ്ങൾ, ദീനിലും ദുനിയാവിലും നൽകുന്ന ഔദാര്യങ്ങൾ, അത് അല്ലാഹു തആല ഉദ്ദേശത്തിന്റെ കീഴിലാണെന്ന് അല്ലാഹു അറിയിച്ചത് കാണാം. അല്ലാഹു തആല പറഞ്ഞു, വഅന്നൽ ഫദ്ല ബിയദില്ലാഹ്. എല്ലാ ഔദാര്യങ്ങളും അല്ലാഹുവിന്റെ കയ്യിലാണ്. യുഅ്തീഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നു. അവന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അതേ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന ഉപജീവനം, റിസ്ഖ്, അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന പോലെയാണ്. അല്ലാഹുവിന്റെ മശീയത്തിന് കീഴിലുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ റിസ്ഖ് നൽകുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതായി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരടിമ, പാവം ചെയ്യുന്ന അടിമ, അവന് തൗബ ചെയ്യാനുള്ള തൗഫീഖ് അത് അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, വയതൂബുല്ലാഹു അലാ മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് തൗബ ചെയ്യാനുള്ള അവസരം, തൗഫീഖ് അല്ലാഹു തആല നൽകുന്നു. അതുപോലെ തന്നെ ഒരാൾ നന്നാവുക എന്നുള്ളത്, അല്ലാഹുവിലേക്ക് അടുക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാവുക എന്നുള്ളത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ മശീയത്തിന് കീഴിലുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ നന്നാകുമായിരുന്നില്ല. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നന്നാക്കിയെടുക്കുന്നു എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിൽപ്പെട്ടതാണ് ആധിപത്യം നൽകുക എന്നുള്ളത്, അധികാരം നൽകുക എന്നുള്ളത്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് എടുത്തു മാറ്റും, ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകും, ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ്യത നൽകും. അല്ലാഹുവിന്റെ കൈകളിലാണ് അതിന്റെ നിയന്ത്രണം. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ. അല്ലാഹുവാണ് എല്ലാ ആധിപത്യത്തെയും അധിപതി. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യം, അധികാരത്തെ എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതാ അല്ലാഹു തആല ദില്ലത്ത് നൽകുന്നു. അല്ലാഹുവിനോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ്യ നൽകുന്നു. ബിയദിക്കൽ ഖൈർ. അല്ലാഹുവേ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും, അവന്റെ കയ്യിലാണ് എല്ലാ നന്മയും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. തൂലിജുൽ ലൈല ഫിൻ നഹാർ വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ. രാത്രിയെ പകലിലേക്കും പകലിനെ രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നവൻ അവനാണ്. രാവും പകലും മാറി മാറി വരുന്നത് അവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തെടുക്കുന്നവൻ അവനാണ്. വതർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് നൽകുന്നു. അതേ സഹോദരങ്ങളെ, കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. മാഷാ അല്ലാഹു കാന വമാ ലം യശ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നു, അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഖുർആനിലൂടെ അല്ലാഹു തആല അവന്റെ മശീയത്തിനെ പറ്റി അറിയിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരായ അല്ലെങ്കിൽ എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും രൂപവും കോലവും നിറവും എങ്ങനെയാകണമെന്ന് പോലും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന കോലത്തിൽ നിങ്ങൾക്ക് രൂപം നൽകിയവൻ അവനാണ്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലാണ് നാം ജനിച്ചിട്ടുള്ളത്. അള്ളാഹു തആല പറയുകയാണ്, ഇനി ഒരാൾക്ക് സന്താനങ്ങളെ നൽകുമ്പോൾ അത് ആൺകുട്ടികളാകണോ പെൺകുട്ടികളാവണോ, എത്ര എണ്ണത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹുവിന്റേതാണ്.
യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാഥ, ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വന്ധ്യത വരുത്തുന്നു, മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, അവൻ എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മശീഅത്തിലുള്ള ഈമാൻ എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ആരുടെ ഖൽബിലാണോ ഈ വിശ്വാസം ഉറക്കുന്നത്, അത് സാക്ഷാത്കരിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ അതിന്റെ അനന്തരഫലങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് കാണാം, അങ്ങനെയുള്ള ഒരാൾ അവൻ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഇസ്തിഖാമത്തോടുകൂടി സ്ഥിരതയോടുകൂടി നേരെ ചൊവ്വേ നിലനിൽക്കുന്നത് കാണാം. അവൻ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന് ബലമേൽപ്പിക്കാൻ സാധിക്കും. ഏറ്റവും നന്നായി അള്ളാഹുവിനോട് ആവർത്തിച്ച് ദുആ ചെയ്യാൻ സാധിക്കും. സബാത്തിനെയും തൗഫീഖിനെയും അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ സാധിക്കും. അവൻ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിനെ തൊട്ട് അവൻ വഞ്ചിക്കപ്പെടുന്നതിന് സുരക്ഷിതനായിരിക്കും. അള്ളാഹുവിന്റെ വിധിയിൽ അവന് തൃപ്തിപ്പെടാൻ സാധിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ അവന് ക്ഷമിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ വെറുപ്പില്ലാതെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം മാറ്റങ്ങൾ വിശ്വാസത്തിൽ വരുത്തുന്ന, ജീവിതത്തിൽ വരുത്തുന്ന, അതിന് സ്വാധീനമുള്ള കാര്യമാണ് സഹോദരങ്ങളെ അൽ ഈമാനു ബിമശീഅത്തില്ലാ. കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്നും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതും ദൃഢമായി വിശ്വസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ വിശ്വാസം ദൃഢപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ, എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. അള്ളാഹു ഉദ്ദേശിക്കാത്തത് എന്താണോ അത് സംഭവിക്കുകയുമില്ല. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസും മിൻ കുനൂസിൽ ജന്നഹ്, ഞാൻ നിനക്കൊരു വാക്ക് അറിയിച്ചു തരട്ടെയോ, ഒരു കലിമത്ത് അറിയിച്ചു തരട്ടെയോ, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണത് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു റസൂലേ എന്തായാലും താങ്കൾ അറിയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ പറയുക ലാ ഹൗല, ഒരു ചലനശേഷിയുമില്ല, വലാ ഖുവത, ഒരു കഴിവുമില്ല, ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. സഹോദരങ്ങളെ, അല്ലാഹുവിനുള്ള ഇസ്തിസ്ലാം, കീഴൊതുക്കം, അള്ളാഹുവിനോട് സഹായം തേടുന്ന ഇസ്തിആന, സഹായം തേടുന്ന, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന, സ്വന്തത്തിൽ ഞാൻ ദുർബലനാണ്, ഏത് നിലക്കും ഞാൻ ദുർബലനാണെന്ന് അറിയിക്കുന്ന, എല്ലാ കാര്യത്തിനും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണെന്ന് അറിയിക്കുന്ന മഹത്തായ കലിമത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. ഈ ഒരു ആവശ്യകത, അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾ അവന്റെ ജീവിതത്തിൽ ഈ കലിമത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ഏതൊരു കാര്യത്തിനും നാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഒരു ചെറിയ ചലനത്തിന് പോലും നാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അതില്ല എങ്കിൽ, അള്ളാഹുവിന്റെ സഹായമില്ല എങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ല എങ്കിൽ നമുക്കൊരു നന്മയും ചെയ്യാൻ സാധിക്കില്ല. ഒരു പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമുക്കൊന്നും ദുനിയാവിൽ നേടാൻ സാധിക്കില്ല. ഒന്നും തന്നെ സമ്പാദിക്കാൻ സാധിക്കുകയില്ല. ഒന്നിന്റെ അധികാരവും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അത് ഉറപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ മശീഅത്തുള്ള വിശ്വാസം. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു തആല അറിയിച്ച, മനുഷ്യരെ വിളിച്ചുകൊണ്ട് അറിയിച്ചിട്ടുള്ള ഈ വാക്ക്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആണെങ്കിലോ ഒരാളെയും ആവശ്യമില്ലാത്ത ഗനിയാണ്, എല്ലാ സ്തുതിക്കും അർഹനായ ഹമീദുമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇയശ, അള്ളാഹു എങ്ങാനും ഉദ്ദേശിച്ചാൽ, യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്, നിങ്ങളെ മാറ്റി, നിങ്ങളെ ഒഴിവാക്കി പുതിയൊരു സൃഷ്ടിപ്പിനെ അള്ളാഹു തആല കൊണ്ടുവരുന്നതാണ്. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അത് അള്ളാഹുവിന് ഒരു വിഷമകരമായ കാര്യമേ അല്ല. അള്ളാഹുവിന് അത് നിസ്സാരമായ ഒരു കാര്യമാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം, ഈ ഒരു വിശ്വാസം, അള്ളാഹുവിന്റെ മശീഅത്തിലുള്ള വിശ്വാസം, അത് ദൃഢപ്പെടുത്താൻ, സ്വന്തത്തിലേക്ക് മടങ്ങാതെ അള്ളാഹുവിലേക്ക് ആശ്രയിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നാം ഈമാൻ അൽ ഈമാൻ ബി മശീഅത്തില്ലാ ശക്തമാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം നേടണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.